ഹലോ എവരി വൺ, ഫൈനലി ഇതേ നമ്മൾ കൊറിയയിൽ ലാൻഡ് ചെയ്തു. കെ ഡ്രാമാസ് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ കൊറിയ എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു ഡ്രീം മാത്രമായിരുന്നു. ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് ദേ നമ്മളിവിടെ എത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ കൾച്ചറും ട്രഡീഷനും ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. The ticket has been issued. If you would like to... അങ്ങനെ എയർപോർട്ടിൽ നിന്നും സബ്വേ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ സോൾ സ്റ്റേഷനിൽ എത്തിയത്. കൊറിയയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ടാക്സി സർവീസൊക്കെ അടിപൊളി ആയതുകൊണ്ട് ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടാതെ തന്നെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇനിയുള്ള 3 ദിവസം ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയ റൂം. ഇവിടെ നിന്നുള്ള വ്യൂ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്തായാലും കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ക്ഷീണം കാരണം ഞങ്ങൾ സൈഡായി. ഞങ്ങളുടെ പ്ലാനിൽ ഇന്ന് തന്നെ പുറത്ത് പോയിട്ട് സോളിലെ രാത്രി കാഴ്ചകളൊക്കെ കാണണമെന്നായിരുന്നു കേട്ടോ. ബട്ട് ഒടുക്കത്തെ ക്ഷീണം കാരണം ഞങ്ങൾ 3 ആളും കിടന്ന വഴിക്ക് ഉറങ്ങി. രാത്രി അച്ഛനും മകനും വിശന്നിട്ട് നീച്ചു പോയി ചിക്കനും റൈസൊക്കെ വാങ്ങി വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് റെഡി ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതിലും അധികം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കൊറിയയിൽ ഇപ്പോൾ സ്പ്രിംഗ് ടൈമാണ്. തണുപ്പ് അങ്ങ് മെല്ലെ വിട്ട് പോകുന്നേ ഉള്ളൂ. ആർ യു ഹാപ്പി? ചിക്കൻ കിട്ടിയില്ലേ? നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ആരോണും അതങ്ങ് തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല. അവനെ സന്തോഷിപ്പിക്കാതെ നമ്മുടെ യാത്ര സന്തോഷമാവില്ല. സോ നമ്മൾ രാവിലെ തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഡേ 2 സ്റ്റാർട്ട് ചെയ്തത്. അർബൻ ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കൊറിയയിലെ ഒരു മേജർ ലാൻഡ്മാർക്കായ DDP ദോങ്ജമ്യൂൺ ഡിസൈൻ പാൽസ ആണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. സിയോളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു യൂണിക് സ്ട്രക്ചർ ബിൽഡിംഗ് മാത്രമല്ല കേട്ടോ DDP. സാഹ ഹാദ് ഡിസൈൻ ചെയ്ത വേൾഡിലെ തന്നെ ലാർജസ്റ്റ് 3D അമോർഫസ് ആർക്കിടെക്ചർ കൂടിയാണ് DDP. ഇവിടെ ആർട്ട് ഹാളും മ്യൂസിയവും ഡിസൈൻ ലാബും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് എക്സിബിഷൻസും ഫാഷൻ ഷോസും ഇന്റർനാഷണൽ ഇവൻറ്റ്സ് എല്ലാം ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടർക്കാല് ആരും അമ്മ എത്തിക്കുവാ. ഞങ്ങൾ DDP എത്തിയ സമയത്ത് ഒരുപാട് എക്സിബിഷൻസോ ഫാഷൻ ഷോസോ ഒന്നും അവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1 hour അവിടെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ആരോ നമ്മൾ ട്രെയിൻ കയറിയോ? കയറി പറയൂ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അങ്ങനെ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആവുന്ന ഒരു സ്ഥലമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൊറിയയിൽ വരാനുള്ള എൻ്റെ ആഗ്രഹം തുടങ്ങുന്നത് കെ ഡ്രാമയിൽ നിന്നാണെന്ന്. കോളേജ് പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കെ ഡ്രാമ കാണുന്നത്. ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ കൂടെ പഠിച്ച മിക്ക കുട്ടികളും ആദ്യമായിട്ട് കെ ഡ്രാമ കാണുന്നത് അപ്പോഴായിരുന്നു. ഫസ്റ്റ് ലവും യു ആർ ബ്യൂട്ടിഫുള്ളും ആയിരുന്നു ഞങ്ങൾ ആദ്യം കണ്ട ഡ്രാമ. പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരുപാട് കെ ഡ്രാമ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു ഡ്രാമയാണ് ഗോബ്ലിൻ. അത് ഷൂട്ട് ചെയ്ത പ്ലേസിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ആ ഡ്രാമ. ഈ ഡ്രാമ ഷൂട്ട് ചെയ്ത പ്ലേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ അവർ നമുക്ക് ഈ ഡ്രാമയിലുള്ള ഒരു ഐക്കോണിക് സീൻ റിക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്ന സ്കാർഫും ഫ്ലവറൊക്കെ എടുത്തിട്ട് ഞങ്ങളും പോയി റിക്രിയേറ്റ് ചെയ്തു ആ ഒരു ഐക്കോണിക് സീന്. ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്കുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ പോകുമ്പോഴേ നമ്മൾ അവരുടെ അടുത്ത് ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വന്ന ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ച് സോൾ സ്റ്റേഷനിലോട്ട് തന്നെ എത്തിയത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പകലും തിരിച്ചെത്തിയപ്പോഴത്തേനും രാത്രിയായപ്പോൾ ആക്ച്വലി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഡേ ലൈറ്റ്. രാത്രി ഭയങ്കര കളർഫുൾ ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണിൽ കണ്ടത്. ലൈക്ക് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സിറ്റിയിലൂടെയൊക്കെ നടന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്.
കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡ്രാമാസിൽ മൂവീസിലൊക്കെ മാത്രം കണ്ട ഫുഡൊക്കെ ഒന്ന് നേരിട്ട് ട്രൈ ചെയ്യുക, അതിൻ്റെ രുചി എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ കഴിച്ച ഫുഡ്. നെക്സ്റ്റ് ഡേ എങ്ങനത്തെ ഫുഡാവും എന്നൊന്നും അറിയില്ല. എനിവേസ് ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന 2 പേരാണ് ഞങ്ങൾ. ഇന്നത്തെ രാത്രി വേറൊരു ചെറിയ സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. Happy birthday to you. അങ്ങനെ ആ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ എങ്ങനെയൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഇന്നും ഞങ്ങളുടെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ 7-ൽ നിന്ന് ആരോണിലുള്ള ചിക്കൻ വാങ്ങിക്കൊടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗന്നമാണ്. സിയോളിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് ബസ്സിൽ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നേരെ ഗന്ന എത്തി. നമുക്കെല്ലാവർക്കും കേട്ട് പരിചിതമായ ഒരു സോങ് അല്ലേ ഈ ഗന്ന സ്റ്റൈൽ സോങ്. ഈ ഒരു സിറ്റി ആസ്പദമാക്കിയാണ് കേട്ടോ ഈ സോങ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഗന്ന സ്റ്റൈൽ സ്റ്റാച്ചു ഒക്കെ ടൂറിസ്റ്റുകളുടെ വലിയൊരു അട്രാക്ഷനാണ്. 24 hours അവിടെ ഈ ഗന്ന സ്റ്റൈൽ സോങ് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗന്ന സ്റ്റൈൽ സ്റ്റാറ്റുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ നടക്കാനുള്ള ദൂരത്തിൽ നമുക്കൊരു ലൈബ്രറി ഉണ്ട് കേട്ടോ. സ്റ്റാർഫീൽഡ് ലൈബ്രറി. ലൈക്ക് അതൊരു ഭയങ്കര വലിയൊരു ബുക്കിൻ്റെ ലോകമാണ്. നോർമൽ ലൈബ്രറി ഒന്നല്ല. ആക്ച്വലി ഞാൻ കണ്ടിട്ടൊന്ന് ഷോക്കായിപ്പോയി. എത്രത്തോളം ബുക്സാണ് അവിടെ അടുക്കി പെറുക്കി വെച്ചേക്കുന്നത്. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, ഇതൊരു നോർമൽ ലൈബ്രറി അല്ല, ഇത് ടൂറിസ്റ്റുകൾക്ക് തുറന്നു വെച്ചിട്ടുള്ളൊരു ലൈബ്രറിയാണ്. ഞങ്ങളങ്ങ് പോകുന്ന സമയത്ത് ആരും ബഹളം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ലൈബ്രറിയാണ്, കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആയിരുന്നില്ല. അത്യാവശ്യം ക്രൗഡഡും നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ബിക്കോസ് അവിടെ അത്രയും ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടെ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ടെങ്കിലും കൊറിയൻസ് കുറേ പേര് അവിടെ വന്നിരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ട് എനിക്കറിയുന്നില്ല ബിക്കോസ് അത്രയും ക്രൗഡും നോയ്സിലും അവരവിടെ എങ്ങനെ ഇരുന്നിട്ടാണ് വായിക്കും പഠിക്കും ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അതിനകത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി. ഗന്നം റെസ്റ്റോറൻറ്റ്സിനും ഷോപ്പിങ്ങിനും ഒക്കെ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് അടിക്കാനാണ് കേട്ടോ പോയത്. കൊറിയയിൽ എത്തിയ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു ഫുഡായിരുന്നു കൊറിയൻ BBQ. നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി അങ്ങനെ കൊറിയൻ BBQ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. ലൈക്ക് എൻ്റെ എക്സ്പെക്റ്റേഷനെ കടത്തി വെട്ടിയെന്ന് വേണം പറയാൻ. എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും കൊറിയയിൽ പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഗന്ന അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സോളിനെക്കാട്ടിലും ഒരു പടി മുന്നിൽ ഗന്നമാണോ എന്ന് തോന്നിപ്പോവും. എനിവേസ് ഗന്നം ഒരു പോഷ് സിറ്റി ആണ് കേട്ടോ. അത്യാവശ്യം റിച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഗന്നം. നിങ്ങൾക്ക് BTSനെ കുറിച്ച് അറിയുമോ? BTSലുള്ള കിം തേയൂൻ താമസിക്കുന്നത് ഗന്നമാണത്രേ. അതെ, കൊറിയയിൽ നല്ല അടിപൊളി കേക്ക് കിട്ടും കേട്ടോ. ഇന്നലത്തെ ബർത്ത്ഡേ കേക്ക് കഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നും വേണം കേക്ക് എന്ന്. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ കൊറിയയിലെ 3rd ഡേയും നല്ല ഹാപ്പി ആയി തന്നെ അവസാനിച്ചു. കൊറിയയിലെ അടുത്ത ദിവസത്തേക്ക് വിശേഷങ്ങളുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.